Hello everyone, welcome back to our class Entrepreneurship Development. In the previous class, we have discussed about industrial sickness. Okay, കഴിഞ്ഞ വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിക്ക് യൂണിറ്റുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ്, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദി റെമഡിയൽ മെഷേഴ്സ് ഫോർ ഇൻഡസ്ട്രിയൽ സിക്നസ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സിക്നസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊണ്ടുവന്നിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എന്തെല്ലാമാണ്. ഓക്കെ, in our country the industrial sickness is regarded as a social problem. Therefore various concessions and incentives are given to sick unit in the hope that these will enable them to regain health and stand on their own feet once again. ഓക്കെ, സോ നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ രാജ്യത്ത് ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രിയലൈസേഷന് വലിയ റോളാണുള്ളത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ പ്രോബ്ലം ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേരിയസ് റെമഡിയൽ മെഷേഴ്സ് ടേക്കൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ എ ബ്രീഫ് ഡിസ്കഷൻ ഓൺ ദി മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഇൻ കൊളാബറേഷൻ വിത്ത് RBI ഫോർ ദി റീഹാബിലിറ്റേഷൻ ആൻഡ് റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റീസ് ആസ് ഫോളോസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പോളിസികളെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വണ് സിക്ക് ഇൻഡസ്ട്രീസ് പോളിസീസ് 1978. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് സിക്ക് ഇൻഡസ്ട്രി പോളിസി ഇൻ 1978. ദി പോളിസി റെക്കഗ്നൈസ്ഡ് ദാറ്റ് സിക്നസ് വാസ് ഒക്കറിംഗ് ഡ്യൂ ടു faulty management and inability of financial institutions to perform their role. The policy also recognized that the revival of Sikh industrial unit is the joint responsibility of central government, state government, the laborers, the financial institutions, banks, management and shareholders. Okay, so ഇന്ത്യയിൽ ആദ്യത്തെ സിക്ക് ഇൻഡസ്ട്രീസ് പോളിസി കൊണ്ടുവന്നത് 1978 1978 ആദ്യം ഒരു പോളിസി കൊണ്ടുവരുന്നത്. സോ ആ പോളിസിയിൽ മനസ്സിലാക്കിയത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ സിക്നസിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ഫോൾട്ടി മാനേജ്മെൻറ്റ്, ഓക്കെ, ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും, മറ്റൊന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നൽകാൻ സാധിക്കുന്നില്ല. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങളെന്നാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു സിക്നസ് ഓവർകം ചെയ്യുക എന്നുള്ളത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാ ആളുകൾക്കും ഇതിൽ റോളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റോളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിന് റോളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ബാങ്ക്സിന്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനും ഷെയർ ഹോൾഡേഴ്സിനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സിക്നസ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോളിസി എന്ന് പറയുന്നത് സിക്ക് ഇൻഡസ്ട്രീസ് പോളിസി 1981. The Sikh Industry Policy 1978 was reviewed in 1981, whereby the administrative ministries were assigned specific responsibility for prevention and remedial actions. The administrative ministries would appoint committees which would review the extent of sickness and policy measures required to handle the problem. Okay, so 1981 1978 പോളിസി റിവ്യൂ ചെയ്തു. ഓക്കെ, ഈ ഒരു പോളിസിയിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രീസാണ് ഇത്തരത്തിലുള്ള സിക്നസ് ഓവർകം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേരിയസ് കമ്മിറ്റീസും ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്തു. ദെൻ ആ കമ്മിറ്റീസ് വ്യത്യസ്തരായിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെയാണ് റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ് സാധ്യമാവുക എന്നുള്ളതായിരുന്നു ഈ ഒരു പോളിസിയിൽ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ് സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട്. ഓക്കെ, 1985 പുതിയൊരു ആക്ട് ആയിരുന്നു. ദി സ്പെഷ്യൽ ലോ വാസ് എനാക്റ്റഡ് ബൈ ദി ഗവൺമെൻറ് വിത്ത് എ വ്യൂ ടു എൻഷുർ ടൈംലി ഡിറ്റക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ് ആൻഡ് ടു എക്സ്പെഡൈറ്റ് ദി റിവൈവൽ ഓഫ് വയബിൾ സിക്ക് യൂണിറ്റ്. ഓക്കെ, സോ പുതുതായിട്ടൊരു ആക്ട്, സ്പെഷ്യൽ ആക്ട് തന്നെ കൊണ്ടുവന്നു ഫോർ ദി ടൈംലി ഡിറ്റക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ് ആൻഡ് ടു എക്സ്പെഡൈറ്റ് ദി റിവൈവൽ ഓഫ് വയബിൾ സിക്ക് യൂണിറ്റ്. ഓക്കെ, ദെൻ ഈ ആക്ടിൻ്റെ അണ്ടറിലാണ് ഒരു പുതിയ ബോർഡ് സെറ്റപ്പ് ചെയ്തത്, ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വണ് ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, BIFR. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് ദി BIFR ഇൻ 1987 ഫോർ ദി റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റ്. അക്കോർഡിംഗ് ടു BIFR, rehabilitation is done only for those units which are considered viable.
A unit is considered viable if it is capable of making its net worth positive within a reasonable period and wiping out accumulated losses within a period of 10 years. ഓക്കെ, സോ ഈ ഒരു ബോർഡ് കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റുകളെ റീഹാബിലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പറയുന്നത് വയബിളായിട്ടുള്ള സിക്ക് യൂണിറ്റുകളെ മാത്രം റീഹാബിലിറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വയബിളാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു റീസണബിൾ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ അതിൻ്റെ നെറ്റ് വർത്ത് പോസിറ്റീവ് ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ലോസസ് ഒരു 10 വർഷത്തിനുള്ളിൽ അത് ഓവർകം ചെയ്യാനും കഴിയുന്ന യൂണിറ്റുകളെയാണ് വയബിൾ യൂണിറ്റുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വയബിൾ സിക്ക് യൂണിറ്റുകളെ റീഹാബിലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൻ്റെ ലക്ഷ്യം. ഓക്കെ, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IRCI. The government established IRCI in 1971 with a view to revive and rehabilitate Sikh unit. ഓക്കെ, സോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ആക്ട് ആസ് എ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസി, to diagnose the various allying units and give expert advice for remedial actions, reconstructing the management of a unit, providing technical and managerial guidance, acting as a catalyst in securing assistance from banks, financial institutions and other government agencies, etc. ഓക്കെ, സോ അത്തരം ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് 1971 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഏജൻസിയാണ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അതിന് പുറമെ ഗവൺമെൻറ്റിന് പുറമെ നമ്മുടെ രാജ്യത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഗ്രാൻഡ് വേരിയസ് കൺസെഷൻ ടു സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ എ ബിഡ് ടു റീഹാബിലിറ്റേറ്റ് ദം. Some of these concessions are first one, grant of additional working capital facility, recovery of interest at a reduced rate, suitable moratorium on payment of interest, freezing a portion of the outstanding in accounts, etc. ഓക്കെ, അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിൽ റെഡ്യൂസ്ഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് റിക്കവർ ചെയ്യുക, ദെൻ മോറട്ടോറിയം പ്രൊവൈഡ് ചെയ്യുക. മോറട്ടോറിയം മീൻസ് മലയാളത്തിൽ നമ്മൾ കാലയളവ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അവധിയൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റിന് അവധി പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്തരത്തിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിൽ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനിൽ വലിയ പങ്കുണ്ട്. ഓക്കെ, മറ്റൊന്ന് IDBI's സ്പെഷ്യൽ സെൽ. A special cell has been set up with the Rehabilitation Finance Division of IDBI to take care of the cases of sickness referred to them by bank. They conduct diagnostic studies of the project to identify the causes of sickness and to formulate appropriate rehabilitation programs. Okay, സോ IDBI ഒരു പുതിയ സെല്ല് തന്നെ രൂപീകരിച്ചു ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റുകളെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവർക്ക് റെഫർ ചെയ്യും, അതായത് ഇന്ന യൂണിറ്റുകൾ സിക്ക് യൂണിറ്റുകളാണ്, ഇന്ന യൂണിറ്റുകൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവർക്ക് റെഫർ ചെയ്യും. ആ റെഫറൻസ് വെച്ചുകൊണ്ട് അത്തരം ബാങ്കുകൾ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി കണ്ടക്ട് ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് ഇത്തരത്തിലുള്ള സിക്നസ്സിനുള്ള കാരണങ്ങളെന്ന് മനസ്സിലാക്കുന്നു. ദെൻ ആ സിക്നസ് എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുകളും അവർ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊന്ന് സിക്ക് ഇൻഡസ്ട്രീസ് അണ്ടർടേക്കിംഗ് സെല്ല്. This is another cell set up in the RBI as a coordinating agency and clearing house to get information relating to Sikh unit. The cell has issued suitable instruction to the commercial banks about monitoring of Sikh unit as well as about nursing such unit. ഓക്കെ, RBIയുടെ കീഴിലുള്ള മറ്റൊരു യൂണിറ്റാണ് സിക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെല്ല്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇവർ കളക്ട് ചെയ്യുന്നു. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, എങ്ങനെയൊക്കെ ഈ ഒരു യൂണിറ്റുകളെ നമുക്ക് ഉയർത്തി കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതൊക്കെയാണ് ഈ ഒരു സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേരിയസ് അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ SFC. ഓക്കെ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓൾസോ പ്രൊവൈഡിങ് വേരിയസ് അസിസ്റ്റൻസ് ടു ദി സിക്ക് യൂണിറ്റ്. The State Financial Corporation has run a scheme for rehabilitation of Sikh unit. The corporation provide relief and concession to potentially viable Sikh unit. The assistance is provided under the IDBI's refinancing scheme and guidance of Reserve Bank of India. Okay, so various facilities provide in like funding of overdue interest, waiver of penal interest, rescheduling of loan, margin money for additional term loan, etc. Okay. ദെൻ അതിന് പുറമെ സർവീസസ് പ്രൊവൈഡഡ് ബൈ TCO. ഓക്കെ, നമുക്കറിയാം ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻസും ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി പോലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
like diagnostic studies to assess the working of existing unit and diagnosing the reason for sickness, then rehabilitation plans for reviving sick unit, then providing technical, managerial and commercial counseling, etc. Okay. സോ ഇത്തരത്തിലുള്ള ഒരുപാട് റെമഡിയൽ മെഷേഴ്സ് ടേക്കൺ ചെയ്തിട്ടുണ്ട് ഫോർ ദി റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റ്. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു.